ഞാൻ കോൾ വിളിക്കട്ടെ സാറേ. ആ മുതുക്ക് മണിയാ സിറ്റുവേഷൻ എസ് പമ്പ് എസ് പമ്പ് സാറേ സാറേ എസ് പമ്പ് ആക്കി തരും സാറേ അർജന്റായിട്ട് സാറേ ചില്ല പടച്ചോനെ പല വണ്ടി അടിയാറാ. എനിക്ക് വണ്ടി എടുക്കാം, ഞാൻ വണ്ടി എടുക്കാം. ഞാൻ ബോബിന്റെ ഉണ്ടോ വണ്ടി? എന്റെ വണ്ടിയെ എന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തില്ല. പല വണ്ടി കയറാ പല ഞാൻ ഓടിക്കണോ? അതിലേ 3 വർഷം ഉണ്ടായിരുന്നു. അല്ല നീ പൈലറ്റ് വലിയ തേങ്ങല്ലായിരുന്നോ? അതുപോലെ ഇനി എഫോണോട് വേണോ? അതൊരവസ്ഥ കള്ള EMS പോന്ന വഴി നോക്കടാ. ആ നായ അല്ലടാ ഇപ്പൊ പറഞ്ഞ അവനും തിരിച്ചു പോണോന്ന് പോന്ന്. എടാ അവർക്ക് ഈ ലോഡിങ് അല്ലേ, അവർക്ക് ഇതല്ലല്ലേ സാറേ, ഈ ട്രിപ്പ് അടിക്കാനല്ലേ അവരെ പണി. ശരിയല്ലേ പാവം പിടിച്ചവൻ കഷ്ടപ്പെട്ട് അവിടെ വരെ ആക്കി തന്നിട്ട് അവനെയും തെറി വിളിച്ചിട്ട് കണ്ട കാട്ടുമുക്കി നമ്മളവര് കരക്ക് എത്തിച്ചപ്പോ അതെ അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ അവിടെ കിടന്നേനെ പുഴുത്ത് ചത്ത്. എങ്കിലും നിന്റെ ലാൻഡിങ് ഐഡി എന്താ ബുദ്ധി പോവേ? നമ്മൾ അവിടേക്ക് ഇങ്ങനെയാണ് എയർഫീൽഡിലൊക്കെ ഇങ്ങനെയാണ് ആണല്ലേ? സീറ്റ് മാറി ലാൻഡ് ചെയ്യും. എത്ര പേരെ ജീവൻ ഞാൻ കാര്യപ്പെട്ട നീ അവസാനം സീറ്റ് മാറിട്ട് എന്തുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നില്ല? ഡ്രൈവിംഗ് സീറ്റ് എത്തിയ അപ്പൊ ബ്ലേഡ് കറങ്ങി മരിച്ചു. ഒന്നും ചെയ്യണ്ടെന്ന്, ആ ബ്ലേഡ് അങ്ങ് അഴിച്ചു വിട്ടാ മതിയായിരുന്നു. അതൊരു ഓപ്ഷൻ. ചാടാൻ നോക്കിയതാണ് അല്ല നീ? ഞാൻ അപ്പോഴും നിന്നെ വിശ്വസിച്ച് നീ ഫ്രണ്ട് ലാൻഡ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ചാടാതിരിക്കോടെ. ഞാന് ചത്ത് കിടന്നപ്പോ പോലും ഹെലികോപ്റ്റർ കരിഞ്ഞാണ് കിടന്നേ. ഞാൻ നിന്റെ അടുത്ത് നോക്കി നീ അരമണിക്കൂർ മുമ്പേ ചാടി. ചാടിയതല്ലേ അത് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് പൈലറ്റ് ഇജക്ഷൻ ഉണ്ട് ഈ വണ്ടിയില്. ഇജക്ഷൻ അല്ല, ഞാൻ നിന്റെ പള്ളി വലിച്ചെന്നല്ല നീ പറഞ്ഞില്ലേ? നിനക്കൂടെ വേണ്ടില്ലല്ലേ ഈ ചാടിയത്. അപ്പൊ ഞാൻ നേരെ നമ്മളെ സിറ്റുവേഷനിലോട്ട് ഇടപെട്ട് കഴിഞ്ഞാ പിന്നെ നമുക്ക് എന്തായിരിക്കും? നമുക്ക് കളി കണ്ടോണ്ടിരിക്കാം. നമുക്കല്ല അവർക്ക്. ഇതിപ്പം ബോബോയുടെ താരോ എന്തൊക്കെ പറഞ്ഞൊക്കെ ബോബോയ് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇടപെടാലോ. ഇത് അഫിലിയേഷൻ ആകുമ്പോഴാണ് നമുക്ക് ഇടപെട്ടുകൂടാ തളിയാ. അത്ര ഉള്ളടാ. പിന്നെ ബോബോയെ തൊട്ടാ നമ്മളാ വെറുതെ ഇപ്പൊ ചെന്ന് കയറുന്ന കവാലത്തിന് അടി കൊടുക്കാൻ പോവാ. ഇറങ്ങടാ പാല. ബോബേ എന്തിനാണ് ഈ പാവത്തിനെ കത്തിക്കണേ? കത്തിക്കലേ ഒന്നും ചെയ്യല്ലേ ബോബേ? ബോബിനെ തൊട്ടാ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നല്ല വിഷമമുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളെ കൂട്ടുകാരനെ നമ്മളിങ്ങനെ കൂളായിട്ട് സൈഡ് മാറിയിരിക്കുന്ന ചിലപ്പോ നിങ്ങക്ക് ഇടപെടാൻ പറ്റും. ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കേടാ. ഡയലോഗ് പറഞ്ഞോ, ഞാൻ അവനോട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രശ്നം മനസ്സിലായോ? കുഴപ്പമില്ല. നീയെങ്കിലും അങ്ങനെ നീ നമ്മളെ മലയിലിട്ട് പോയത് നമ്മള് തൊട്ടപ്പോ ചോദിക്കാൻ വന്നപ്പോഴേ ഒന്ന് മാറി നിക്കണേ. നിങ്ങൾക്ക് പ്രശ്നം മച്ചു ആദ്യം മച്ചു എന്താ മച്ചുവിന്റെ പ്രശ്നം എന്താ? എനിക്കൊരു പ്രശ്നമില്ല. വന്ന 2 വണ്ടിക്ക് വന്നവന്മാർക്ക് എന്താ പ്രശ്നം? സംഭവം ചോദിക്കട്ടെ. എന്താണ് സംഭവം എന്താണ്? എന്താ സംഭവം? എന്താ
സംഭവം ഇനി പറയാമോ മച്ചാനെ? മച്ച എന്റെ അടുത്ത് പറഞ്ഞു. അല്ല ഇനി പറയാൻ പറ്റൂലല്ലോ. എടാ അവനെ ബോബേ ഫാടാ. മച്ച ഒരു മിനിറ്റ്. ബോബ നീ പറഞ്ഞ മച്ചുവിന് ഓർമ്മയില്ല, മരിച്ചതല്ലേ? ഇങ്ങോട്ട് വരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങോട്ട് വിളിച്ചോടാ, നിക്കടാ നായേ. എടാ പോടാ ചെക്കാ, നീ ഏതാടാ ചെക്കാ? നീ കൂട്ടുകാരൻ നിനക്ക് എത്ര വയസ്സുണ്ട് വളരാൻ വേണ്ടി? എത്ര വയസ്സുണ്ടാ നിനക്ക്? നിന്റെ അച്ഛന്റെ അച്ഛന്റെ പ്രായം. എടാ മോനെ നീ ഗ്യാങ് അറിയോ? നിന്റെ അച്ഛനാണോ? നിന്റെ അച്ഛൻ അല്ലല്ലല്ല ബാല ഗ്യാങ്ങല്ല. മര്യാദയ്ക്ക് സംസാരിക്കടാ. നീ ഇവിടെ മിണ്ടായിരുന്നോ? നീ വലുതും ചെയ്യും മിണ്ടായിരടാ. നിന്റെ പേരെന്തോ? മിണ്ടാണ്ടോന്നിരിക്കില്ല. എന്റെ പേര് നിന്റെ പേരെന്തോ? ഹലോ, എന്റെ പേര് പേരെന്തോടാ മോനെ? പൃഥ്വിരാജ് കൂട്ടാ. എന്ത് പൃഥ്വിരാജ് പേരെന്താടാ? പേര് പൃഥ്വിരാജ്. നിന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. പേര് ചോദിക്കപ്പെടാ. നിനക്ക് പേരെന്താ? നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? എന്താണ് ഇവൻ പറയുന്നത്? ഇവൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. പൃഥ്വിരാജ് കേക്കണണ്ടാ? കേക്കുന്നുണ്ടോ? ഹലോ കേക്കടാ, നീ ഒന്ന് സംസാരിക്കടാ. വായുന്നത് തുറക്കടാ. നിന്റെ പേരെന്ത്? തുറക്കണില്ലടാ. നിന്റെ പേര് പറ. നിന്റെ പേരെന്താണ് മച്ചു? നിന്റെ പേരെന്താണ് മച്ചാനെ? പേരെന്ന് പറയാ മച്ചു? നിന്റെ പേര് പറ മച്ചാ. എന്നാണോ എന്റെ പേര്? അയ്യേ നീ അതെന്നാണല്ലോ. എടാ നിന്റെ പ്രശ്നം എന്താ? നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ? നീ ഏതാടാ ഈ കുണ്ടന്മാരെ വിളിച്ചോണ്ടും പോടാ തീട്ടമേ. എടാ ഇവനൊന്ന് നീ പിന്നെ ഷിഗണ്ടിന്ന് വിളിക്കുന്ന എന്താ മടിയിലിട്ട പേരാ മയിരേ? നീ പിന്നെ ചുമ്മാ നോക്കിയും കണ്ണു പോയിട്ട് അല്ലല്ല അവനാളെ ഇപ്പൊ കിട്ടും. ഈ കറുപ്പ് നീ എന്തിനാ ഇവനെ ചീത്ത വിളിക്കണ്ടാ? നീ എന്തിനാണ് ഇവനെ ചീത്ത? അല്ലല്ല നീ എന്തിനാ? എന്റെ പേര് ചോദിച്ചാ? നീ ആരോടാ ചീത്ത വിളിക്കാൻ? നീ ആരോടാ? നീ എന്റെ പേര് ചോദിച്ചാ? കുത്താനേ നിനക്ക് പറ്റുള്ളൂ. എന്നാ പിന്നെ ചീത്ത വിളിക്കാം. നിന്നെ പോലെ ചീത്ത വിളിക്കാം. നിന്നെ പോലെ തെറി വിളിക്കാം. നിന്നെ പോലെ എന്തൊക്കെയും നിന്നെ പോലെ തെറി വിളിക്കാം. അല്ലാതെ തെറി വിളിക്കുന്നു. ഒന്ന് പറഞ്ഞു തന്തയ്ക്ക് തെറി വിളിക്കുന്നു ബ്രോ. തെറി വിളിക്കാൻ മര്യാദക്ക് സംസാരിക്കുമ്പോ മര്യാദക്ക് സംസാരിക്കാൻ വന്നല്ലേ ബ്രോ? മര്യാദക്ക് സംസാരിച്ചപ്പോ എന്തായിരുന്നു പ്രശ്നം? മര്യാദക്ക് സംസാരിക്കാൻ വരുമ്പോ തിരിച്ച് മര്യാദക്ക് സംസാരിക്കും ബ്രോ. അപ്പൊ മര്യാദക്ക് തന്നെ തിരിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ കോത്തില് കത്തി കയറി ഇങ്ങനെ കിടക്കും. ഉമ്മ കൊറേ ബോധമില്ലാത്തവന്മാര് കയറി വന്നുണ്ടാക്കിയോളൂ. പൃഥ്വിരാജൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല ബാലൻ. ഞാനും നീ വന്ന് മര്യാദക്കില്ലടാ സംസാരിച്ചവന്റെ അടുത്ത്. പിന്നല്ലാതെ നീ ആരോടാ സംസാരിച്ചത്? നീ ആ ചത്ത് കിടന്ന് ഉറങ്ങടാ. വല്ല പുല്ലും തിന്ന് കിടന്ന് ഉറങ്ങടാ. ഒഴിവാക്കി വല്ല പുല്ലും തിന്ന് കിടന്ന് ഉറങ്ങടാ. നീ ചത്ത് കിടന്ന് സൂപ്പറാ. ഇതെങ്ങനെ കയറ്റി വിടണോ? എങ്ങനെ കയറ്റി വിടണോ? ഇവനെ പൊക്കിട്ടെ സുകുമാരൻ പോയി. എമ്പുരാൻ 3യുടെ ഷൂട്ടിങ്ങിന് വളരെ സിമ്പിളായി പോലെ. എടാ ബോബ കാറി പോവാ. അവൻ അസ്രായേലിലെ ഷൂട്ടിങ്ങിന് വേടാളിയാ. 1000 പണി അവൻ എടുത്തിട്ടുണ്ടെന്ന്. എന്തൊരു കോടിയാണെന്ന് സത്യം കേട്ടോ. പൈസ കൊടുത്ത് ഇറക്കിയതാണ്. 10,000 അവൻ 1000 കൊടുത്ത് 10,000ന്റെ പണി അവൻ എടുത്തിട്ടുണ്ട്. അല്ലല്ലേ അവൻ എന്തോ അവൻ മറ്റേ ചത്താലും ഫിയർ കാണിക്കൂല നിങ്ങളുടെ മൈൻഡിൽ ഇറങ്ങിയതാ. മനസ്സിലായാ? വയ്യാത്തേതാ പയ്യനാടാ. സമയം പോത്തേ ഉള്ളൂ. അവൻ മറ്റേ ഇങ്ങനെ, അതായത് നമ്മള് മര്യാദയ്ക്ക് സംസാരിക്കുമ്പോ കൊണക്കുക കുണ്ടാന്നും മൈരനെ കുളിച്ച്. ഞാനും നീയും ആദ്യം പോയിട്ട് എന്താ പറഞ്ഞ മച്ചു ഒന്ന് കൂളായേ. ഇത് മാസടിക്കാൻ വേണ്ടി വന്നേടാ. കത്തി കേട്ടോടാ, കത്തി കേട്ടോടാ. ഇല്ലല്ലേ. വെള്ളം കണ്ടോണ്ട് അങ്ങോട്ട് നോക്കാൻ വേണ്ടി തിരിച്ചല്ലേ? പേടിച്ചോ നിങ്ങള്?
ടാടാ ഇടിച്ച് ചാവോടാ മണിയുടെ കോമഡി. അയ്യോ പയ്യ നല്ല രീതിയിൽ പണിയെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ കത്തിക്ക് കുത്തി കൊന്നളഞ്ഞ് പാവം കേട്ടോ. ഇത് ഇതേപോലെ ഇഷ്ടംവരെ വരെ ഉണ്ടല്ലോ, അതായത് ഫിയർ ഒന്നും ഇല്ലാതെ ഇങ്ങനെ മനസ്സിലായില്ലേ മാസായിട്ട് ഇങ്ങനെ വന്നിട്ടേ ഫിയർ. 5 പേര് കണ്ണേമിപ്പോ കണ്ണ് ഇവൻ വിചാരിക്കുന്നത് ഇവൻ മറ്റേ രജനീകാന്താണെന്നാണ് വിചാരം. പയ്യനറിയത്തില്ല ചിട്ടിയല്ലേ കയ്യില് 70 തോക്കം പിടിച്ച് വെടിവെക്കാൻ. താളമൊക്കെ കേട്ട് വിചാരിക്കോളി അവൻ ഈ 40 പേരെ ഒറ്റയ്ക്ക് ഹെഡ് അടിച്ചിടുന്നാണ്. ഇത് ആരാ സിറ്റിസൺ അല്ലേ? എടാ നല്ല ഏതോ സിറ്റിസൺ, നല്ല എ ക്ലാസ് സിറ്റിസൺ. പേരെന്തിന്? പൃഥ്വിരാജ് കുമാരൻ. ഇനിയിപ്പോ 2 ദിവസത്തേക്ക് ഞാൻ ഒരു 50 വട്ടം ചോദിച്ചു, പക്ഷെ പാവം പിടിച്ചാൽ 50 വട്ടം പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കേട്ടോ. 50 വട്ടം അവന്റെ വായ നടക്കട്ടെ എന്ന് ചോദിച്ചു. അതേപോലെ അങ്ങ് വെറുപ്പിച്ചങ്ങ് കേട്ടോ. എനിക്ക് മുതുക്കിൽ എനിക്ക് ഇഷ്ടമല്ലേ, കാരണം മുതുക്കിൽ ഫുള്ള് കപ്പിൾസും. അത് കപ്പിൾസ് അല്ലത്, 2 ബോയ്സ് ആണത്. അതിന്റെ വണ്ടേ ലോക്കലി